ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ നമ്മൾ പാണ്ടിക്കാട് ഒറോമ്പുറം ഭാഗത്ത് ഒരു സ്പെഷ്യൽ സാധനം കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു വരവാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മൾ പാണ്ടിക്കാട് നിന്നും നമ്മുടെ ആനക്കയം മഞ്ചേരി ഭാഗത്തേക്ക് അതേപോലെ പെരിന്തൽമണ്ണ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഒറോമ്പുറം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു പാലം വരുന്ന ഒരു ഭാഗത്തും അവിടെ ആ പാലം എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. പട്ടിക്കാട് ഒക്കെ ഉള്ള ഏതാണ് റെസ്റ്റോറൻറ്റ്? ബ്രദേഴ്സ് പട്ടിക്കാട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. അത് നമുക്ക് അതുപോലെ മധുഹൂത്ത് അതേപോലെ അറേബ്യൻ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണഗതിയിൽ പട്ടിക്കാടോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണയൊക്കെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ പാണ്ടിക്കാട് തന്നെ ഈ ഒരു സൗകര്യം വന്നിട്ടുണ്ട്. അതും ബ്രദേഴ്സിൻ്റെ ഹോട്ടലാണ് അല്ലെങ്കിൽ റെസ്റ്റോറൻ്റാണ് വന്നിട്ടുള്ളത്. അവിടുത്തെ ഒരു ഇൻറ്റീരിയറിൻ്റെ ഒക്കെ ഒരു ഭംഗിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫുഡും അടിപൊളിയായിരുന്നു. ഞാൻ ഈ ആംബിയൻസൊക്കെ ഷൂട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് മധുഹൂത്ത് എത്തിയതിനു മുമ്പ് തന്നെ അവരത് അവനവൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റി കഴിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മധുഹൂത്തിൻ്റെ ആ ഒരു അവരുടെ ആ ഒരു സെർവ് ചെയ്യുന്ന രീതി എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും മധുഹൂത്ത് അടിപൊളിയാണെന്നാണ് കഴിച്ച 2 പേരും പറയുന്നത് കേട്ടോ. 3 പേര് കഴിച്ചിട്ടുണ്ടായിരുന്നു. 3 പേരും ആ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൽഫാം മന്തിയായിരുന്നു. അതാണ് ഈ കാണുന്നത്. അൽഫാം കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള ടൈപ്പായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു ടൈപ്പ് അൽഫാം സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. കുറച്ചൊരു ജ്യൂസി ടൈപ്പ് ഒരു അൽഫാമാണ് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഓക്കെയാണ്, ടേസ്റ്റ് വൈസ് ഒക്കെ ഓക്കെയാണ്. ഇപ്പോൾ നമ്മുടെ സുഹൃത്തിന് കിട്ടിയ അൽഫാം കുറച്ചുകൂടി ജ്യൂസി ആയിട്ടുള്ള അൽഫാമാണ്. അതെന്താണെന്നറിയില്ല, എനിക്ക് കിട്ടിയത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അത് എനിക്ക് അത്ര ഇഷ്ടപ്പെടാഞ്ഞതെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല, മന്തി അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. സാധാരണ അവരുടെ ആ ഒരു പേര് കേട്ട ആ ഒരു ലെവലിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിലൊരു സംശയമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടിപൊളി ആംബിയൻസ് ആണ്. പിന്നെ ഇത് വന്നിട്ടുള്ളതിലൊരു പുഴക്കരയിലാണല്ലോ. ആ ഒരു പുഴക്കരയുടെ ഒരു ബ്യൂട്ടി ഒക്കെ കൂടി, പിന്നെ വിപുലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ പല റെസ്റ്റോറൻറ്റുകളും ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമാണ് ഈ പാർക്കിംഗ് എന്നുള്ളത്. ഇവിടെ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിഷ്വൽസിൽ തന്നെ കാണാം. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് വണ്ടികൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. റോഡിനോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കടയിൽ കയറാനോ ഒന്നും ബുദ്ധിമുട്ടില്ല. ഈ പാലം, അതായത് നമ്മൾ മഞ്ചേരിയോ പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ, മഞ്ചേരി മീൻസ് ആനക്കയം പന്തല്ലൂർ ആ ഭാഗത്ത് കൂടി വരികയാണെങ്കിൽ ഈ പാലം കഴിഞ്ഞ ഉടനെ തന്നെയാണ്. പാണ്ടിക്കാട് ടൗണിൽ നിന്നാണ് വരുന്നതെങ്കിൽ പാലം എത്തുന്നതിന് തൊട്ട് മുൻപാണ്. എന്തായാലും നിങ്ങളിവിടെ വന്നാൽ കാണും. കാരണം അവരുടെ ആ ഒരു ആംബിയൻസ് അല്ല അവരുടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ അടിപൊളിയാണ്. കാരണം നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെയാണ്. പുഴയുടെ സൈഡ് തന്നെയാണ്. പിന്നെ അതിൻ്റെ അകത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വന്ന് അനുഭവിച്ചറിയാൻ വേണം കേട്ടോ. ഫുഡ് അടിപൊളിയാണ്. ഫുഡ് ഇവിടെ ഒരുപാട് ഐറ്റം ഫുഡുകളുണ്ട്. അറേബ്യൻ ഫുഡൊക്കെ നമുക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയ ഒരു ടീമാണ് ബ്രദേഴ്സ്. അതുകൊണ്ട് തന്നെ പല ഐറ്റം ബ്രോസ്റ്റ് ഉണ്ട്, അൽഫാമിൽ തന്നെ പല വെറൈറ്റി ഉണ്ട്, ഷവായ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ് മധുഹൂത്ത് എന്നൊക്കെ പറയുന്ന സാധനം. അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. മധുഹൂത്തത്തെ റൈസൊക്കെ എടുത്ത് പറയേണ്ടതാണ്, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പാണ്ടിക്കാട് അടുത്തുള്ളവരോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൂടി യാത്ര ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് ദൂരയാത്രകളൊക്കെ പോകുന്ന ഒരു റൂട്ട് കൂടിയാണ് ഈ ഒരു പാണ്ടിക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഫുഡിന് പറ്റിയൊരു സ്പോട്ടാണ്. നിങ്ങൾക്ക് വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ ഒരു ആംബിയൻസും ഒക്കെ ഉള്ളൊരു അടിപൊളി സ്ഥലമാണ്. ഇതാണ് ഇവരുടെ മെനു കേട്ടോ. ഈ മെനുവിൽ കാണുന്ന ഐറ്റംസ് റേറ്റ് സഹിതമാണ്. ഇത് നോക്കിയിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ഓർഡർ ചെയ്യാം.